കേരളത്തിലെ കോൺഗ്രസിനെ മിക്കവാറും പൊളിച്ചടുക്കുന്ന ലക്ഷണമാണ് കാണുന്നത്. കാരണം മാറ്റം അനിവാര്യമാണ് എന്ന് പലയിടങ്ങളിൽ നിന്നും ഉണ്ടാകുന്നു. പ്രതിസന്ധിയും തുടരുന്നു. തിരഞ്ഞെടുപ്പിൻ്റെ ഒരു കാലത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. ആ അവസരത്തിലാണ് കോൺഗ്രസ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോകുന്നത്. അത് അവർക്ക് ഗുണം ചെയ്യുമോ എന്നാണ് അറിയേണ്ടത്. നമുക്ക് കേരളത്തിലെ കോൺഗ്രസിനെ പൊളിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ പൊളിച്ചെടുക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് തന്നെ ചെയ്തോളും. അത് AICCയുടെ ഒരു ഇടപെടലൊന്നും ആവശ്യമില്ല. അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വളരെ ആത്മാർത്ഥമായിട്ട്. ഇവിടെ ഇപ്പോൾ എന്താ പ്രശ്നം? കെ സുധാകരൻ എന്താ പ്രശ്നം? അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം? വിജയനാഥ് തന്നെ പറയും എന്താണ് പ്രശ്നം? അത് അല്പാനാരോഗ്യ പ്രശ്നവും കാണുമായിരിക്കാം. ഈ അനാരോഗ്യ പ്രശ്നം ഇവർ KPCC പ്രസിഡൻ്റായിട്ട് അദ്ദേഹത്തെ നിയോഗിച്ച സമയത്തില്ലേ ഉണ്ട്. പെട്ടെന്ന് വന്നൊന്നും അല്ലല്ലോ. അപ്പം ശരിയായിട്ടൊരു തീരുമാനം എടുക്കാൻ ഈ AICC നേതൃത്വത്തിന് അറിയില്ല. ഈ ആരോഗ്യപരമായിട്ട് കോൺഗ്രസിനെ സജീവമാക്കാൻ, ആരോഗ്യമുള്ളതാക്കാൻ ആരോഗ്യമില്ലാത്ത ഒരു പ്രസിഡന്റിനെയാണോ നിങ്ങൾ നിയോഗിക്കേണ്ടിയിരുന്നത്? എന്നിട്ടിപ്പോൾ അത് മാറുക. എന്തൊരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് അറിയില്ല. ഹാംലെറ്റ് രാജകുമാരൻ്റെ ഏറ്റവും വലിയ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് പ്രോക്കാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ തീരുമാനം നീട്ടിവെക്കൽ, തീരുമാനമെടുക്കാനുള്ള കഴിവില്ലായ്മ. അത് തന്നെ ഇതൊക്കെ നീട്ടിക്കൊണ്ട് പോകും. അസുഖത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ VD സതീശന് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അപ്പം തന്നെ തീരുമാനം. കെ കരുണാകരൻ ലീഡർ എന്നറിയപ്പെടാൻ തുടങ്ങി അദ്ദേഹത്തിന് പെട്ടെന്ന് തീരുമാനമെടുക്കാൻ ഉള്ള കഴിവുകൊണ്ടാണ്. ഇന്ദിരാഗാന്ധിയോ അത് തന്നെയാണ്. ഷി വാസ് എ ഡിസിഷൻ മേക്കർ. അവിടെ PN ഹക്സറോടോ അല്ലെങ്കിൽ PJ അലക്സാണ്ടറോടോ ഒക്കെ ചോദിക്കും, അത്രേ ഉള്ളൂ. തീരുമാനം എടുത്തു കഴിഞ്ഞു. അങ്ങനെ തന്നെയാണ് ബാങ്ക്, പിന്നെ ദേശസാൽക്കരണം, പ്രിവി പേഴ്സൺ തലാഖൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നത്. പാർട്ടി അടിമുടി മാറ്റിയത് അങ്ങനെയാണ്. അത് തീരുമാനിക്കാനുള്ള കഴിവുകൾ, അല്ലെങ്കിൽ ലീഡറാവാൻ പറ്റില്ല. ചുമ്മാ അവരിരുന്ന് മോദി അദാനി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നേതാവല്ലേ. അതിന് കുറച്ച് കിച്ചൺ ക്യാബിനറ്റ് ഉണ്ട്, അതിന് പറ്റിയ സ്തുതിപാഠക സംഘങ്ങൾ. കോൺഗ്രസ് ഇപ്പം മോദി തീർന്നു, നമ്മൾ വിജയിക്കുമെന്നും പറഞ്ഞ് ഇയാളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുക. ആരെ? രാഹുൽ ഗാന്ധി. ഫലത്തിൽ അങ്ങേര് തന്നെ AICC പ്രസിഡന്റ്. മല്ലികാർജുൻ ഖാർഗെയെ വെറുതെ ഒരു നിഴലായിട്ട് വെച്ചുകൊണ്ടിരിക്കുക. വെറുതെ നിഴൽ. കഷ്ടമുണ്ട്. ഇതാണ് ഡിസിഷൻ മേക്കിംഗ്. ഇൻഡിസിഷനാണ് മൊത്തത്തിൽ. ഇത് പറയുന്നു, ആരെങ്കിലും എടുക്കുമെന്ന് ഇപ്പോൾ പറയുന്നുണ്ടോ? ചുമ്മാ വെച്ച് തട്ടുകയാണ്. അതാ ബെന്നി ബെഹനാൻ ആവാൻ പോകുന്നു, കൊടിക്കുന്നിൽ സുരേഷ് ആവാൻ പോകുന്നു, അടൂർ പ്രകാശ്. ഒന്നും തീരുമാനിക്കാനുള്ള കഴിവില്ല ഇവർക്ക്. നേതാക്കന്മാർ ഇഷ്ടം പോലുണ്ട് കഴിവുള്ളൂ. നേരത്തെ ഉണ്ടായിരുന്നല്ലോ ഇവരൊന്നും. ഇപ്പോൾ പൊട്ടിമുളച്ചതാണോ? ഒന്നും അല്ലല്ലോ. ഇതാണ് സംഭവം. കോൺഗ്രസിന് തീരുമാനം എടുക്കാൻ കഴിയും. പേടിയാണ്. ഇവനെ വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തിരിക്കുന്നു, പാല് വെക്കും. ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷിനെ വെച്ച് കഴിഞ്ഞാൽ എതിർപ്പ് വരും ബെന്നി ബെഹനാനിൽ നിന്ന്. അടൂർ പ്രകാശിനെ വെച്ച് കഴിഞ്ഞാൽ എതിർപ്പ് വരും കൊടിക്കുന്നിൽ സുരേഷിൽ നിന്ന്. ഇതാണ് സിറ്റുവേഷൻ. ഇതിനിടയ്ക്ക് MM ഹസനും തുനിഞ്ഞിറങ്ങുന്നുണ്ട്. മുഷിയില്ല എന്നൊരു രീതിയിൽ അദ്ദേഹവും അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ തുറുപ്പ് ചീട്ട് വരുന്ന എന്താ, ഇപ്പോൾ ഒരാളെ ആക്കി കഴിഞ്ഞാൽ മറ്റുള്ളവരെല്ലാം ശത്രുക്കളായി തീരുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് തീരുമാനം വൈകി നീക്കി പോകുന്നത്. വരട്ടെ, വരുന്നിടത്ത് വെച്ച് വരട്ടെ. ഈ അടൂർ പ്രകാശിന് ഒരു തൊടുന്നതെല്ലാം ഒരു വിജയം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു സാധ്യത കാണുന്നുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. കാരണം MLA ആയിരുന്ന സമയത്ത് കോന്നിയിൽ വലിയ ജനപ്രിയനായിരുന്നു. കോന്നി വിട്ടുവരാൻ അദ്ദേഹത്തിന് മടിയായിരുന്നു. പിന്നെ പാർട്ടിയുടെ നിർബന്ധം കാരണമാണ് ആറ്റിങ്ങൽ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചത്. ആറ്റിങ്ങൽ എല്ലാവരും വിചാരിച്ചു രണ്ടാമത് പരാജയപ്പെട്ടു പോകും, അവിടെ BJP കയറുമെന്ന്. അടൂർ പ്രകാശിനെ അവിടെ പേരെടുത്ത് വിളിക്കും ഓരോ വോട്ടർമാരെ. അത്ര ബന്ധമാണ് അദ്ദേഹം ഉണ്ടാക്കിയത്. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നാണ് പറയുന്നത്. ഇത് തന്നെയാണ് കോന്നിയിലും ഉണ്ടായത്. അതിപ്പോൾ വേറൊരു കാര്യമുണ്ട്. തെന്നല ബാലകൃഷ്ണ ഉള്ള KPCC പ്രസിഡൻ്റായിരുന്ന കാലത്തും കോൺഗ്രസ് ഉജ്ജ്വലമായ വിജയം കൈവരിച്ചിട്ടുണ്ട്. അപ്പോൾ തൊട്ടതെല്ലാം പൊന്നാക്കി അദ്ദേഹം എന്നൊന്നും പറയാൻ പറ്റില്ല. കാലാവസ്ഥ അനുകൂലമായിരുന്നു. CPM-ൻ്റെതായിട്ടുള്ള ആ മനോഭാവം വളരെ ശക്തമായിരുന്നു. എന്ന് മാത്രമല്ല, ഈഴവ സമുദായത്തിൽപ്പെട്ട ധാരാളം ആളുകളുള്ള ഒരു മണ്ഡലത്തിലാണ് അദ്ദേഹം ഭാഗ്യവശാൽ പാർലമെൻറ്റിൽ മത്സരിക്കാനിടയായത്. കൊല്ലത്തുമൊക്കെ അദ്ദേഹത്തിന് നല്ല സ്വാധീനമുണ്ട്. അദ്ദേഹത്തിൻ്റെ വൈവാഹിക ബന്ധത്തിലൂടെ കുടുംബത്തിലെ വലിയൊരു സ്വാധീന മണ്ഡലം അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അടൂർ പ്രകാശിന് അത്ര അഴിമതി മുക്തനായിട്ടുള്ള ഒരു നേതാവൊന്നും അല്ല അടൂർ പ്രകാശ് എന്ന് പറഞ്ഞാൽ പ്രായോഗിക രാഷ്ട്രീയക്കാരൻ. ബിസിനസ് അറിയാവുന്ന ആളാണ്. രാഷ്ട്രീയത്തിൽ ബിസിനസ് അറിയാം അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം
ഒരു ഭാഗ്യമാണത്, ഇത്രയെന്നേ പറയാൻ പറ്റും. അല്ല അദ്ദേഹത്തിൻ്റെ മിടുക്കാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. വേറെ ഏത് സ്ഥാനാർത്ഥി അവിടെ നിർത്തിയാലും ഈ സമുദായത്തിൽപ്പെട്ടാണെങ്കിൽ അവിടെ ജയിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് അക്കാലത്തുണ്ടായത്. കാരണം ഈഴവരെന്ന് പറയുന്നത് ഏറെ പേരും BJP ചേക്കേറി കഴിഞ്ഞു, അവരുടെ മനസ്സ് മാറിക്കഴിഞ്ഞു. ശേഷിക്കുന്ന ഈഴവരുടെ വോട്ട് കിട്ടുന്ന ആൾ ജയിക്കും. അതാണ് BJP ജയിക്കാൻ പോകുന്നില്ലല്ലോ. ആ മാറ്റമാണ് നമ്മളവിടെ കണ്ടത്. കേരളത്തിൽ പൊതുവേ സംഭവിച്ച ഒരു മാറ്റമാണ്, സാമുദായിക രാഷ്ട്രീയമായിട്ടുള്ള മാറ്റമാണ്. അതുകൊണ്ട് അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. അങ്ങനെ ജയിച്ചതുകൊണ്ട് അത് CPMൻ്റെ കുഴപ്പം കൊണ്ട് സംഭവിച്ച ഒരു വിജയമാണ് എന്ന് മാത്രമേ കരുതാൻ പറ്റൂ. അപ്പോൾ ഇവിടെ വേറെ ഈ പേരുകൾ വെറുതെ പറയുന്നേ ഉള്ളൂ, ഇങ്ങനെ ചുമ്മാ ഊഹാപോഹങ്ങളാണ്. കോൺഗ്രസ് ഇത് സ്ഥിരീകരിച്ചിട്ടുമില്ല. മറ്റന്നാൾ എന്തായാലും യോഗം വെച്ചിട്ടുണ്ട്. അതെ, ആ യോഗത്തിൽ ഈ പേരുകളൊന്നും ഉയർന്നു വരാനും പോകുന്നു. അല്ല, അതില് ഇവിടുന്ന് സീനിയർ നേതാക്കന്മാരെ മുഴുവൻ വിളിച്ചിട്ടുണ്ട്. ശശി തരൂർ മുൻ KPCC അധ്യക്ഷന്മാരെയും ഒക്കെ അങ്ങോട്ടേക്ക് വിളിച്ചിരിക്കുക. സ്വാഭാവികം, അത് വേണം, അത് ആവശ്യമുള്ള ഒരു കാര്യം. അവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന എനിക്ക് തോന്നുന്നു അടുത്ത തെരഞ്ഞെടുപ്പിൽ എങ്ങനെ, ഇപ്പോൾ സർവേ കുറേ നടത്തിയവർ കേരളത്തിൽ, എങ്ങനെ പോയാൽ സീറ്റുകൾ നേടാം, ഇതാണ് ചർച്ച. അതിൻ്റെ കുറേ റിപ്പോർട്ടുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്, സർവേയുടെ ഫലങ്ങൾ. അതനുസരിച്ചുള്ള നിലപാടെടുക്കാൻ വേണ്ടി ഇവരെ എല്ലാം ഉദ്ദേശിക്കുക. ഇതിൽ ആദ്യം വേണ്ടത് ഐക്യവും അച്ചടക്കവും, അത് രണ്ടുമാണ് ഇല്ലാത്തത്. നിസ്സാര ഒരു കാര്യം മതി. ശശി തരൂർ ഒരു പോഡ്കാസ്റ്റ് കൊടുത്താൽ ഉടനെ അതിൻ്റെ പുറകെ കിടന്ന് എന്തിനാ ഈ വൈതാളിക രൂപങ്ങൾ ആർജിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ചന്ദ്രഹാസം കിടക്കുന്നത് പോഡ്കാസ്റ്റ് പോട്ട്, പത്രക്കാർ ചോദിക്കുമ്പോഴെല്ലാം ഒരു എന്തെങ്കിലും പറയണം നിർബന്ധമൊന്നുമില്ല. അദ്ദേഹം പിന്നെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്, പ്രവർത്തക സമിതി അംഗമാണ്. ഞാനിപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനോട് പ്രതികരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു, ശരി, ഞാൻ അത് പ്രതികരിക്കാൻ ആളല്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞാൽ പോരെ. കേരളത്തിലെ നേതാക്കൾക്ക് ഉടനെ ഇത് ചെയ്യണം, ഇത് ചെയ്യണം, അദ്ദേഹത്തിനെ പുറത്താക്കണം എന്നുള്ള രീതി കുറേ പത്രക്കാരും കുറേ കോൺഗ്രസ് നേതാക്കളും എല്ലാം കൂടെ അത് പറഞ്ഞത് ശരിയായില്ല എന്നും പറഞ്ഞു. രാഹുൽ ഗാന്ധി ഇദ്ദേഹത്തിനെ വിളിച്ചു വരുത്തിയതല്ലേ, പോഡ്കാസ്റ്റിന് കൊടുത്ത് കഴിഞ്ഞിട്ടാണ് വിളിച്ചു വരുത്തിയത്. വിളിച്ചു വരുത്തി കഴിഞ്ഞപ്പോൾ ഈ പത്രം ഇന്ത്യൻ എക്സ്പ്രസ് എന്തോ ചെയ്തു, ഇതങ്ങ് മാർക്കറ്റ് ചെയ്തു. ഇയാൾക്ക് ഭാര്യയാണത്, ഇയാൾക്ക് ഭാര്യയായി, ശശി തരൂരിന് അത് ഭാര്യയായി. തുറന്ന് സത്യസന്ധമായിട്ട് പറഞ്ഞ ഒരഭിമുഖമാണ്, അല്ല മറച്ചു വയ്ക്കലല്ല. അദ്ദേഹം ഒരു വെസ്റ്റേൺ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, വെസ്റ്റേണൈസ്ഡ് ആയിട്ടുള്ള ഒരു നേതാവാണ്. അവിടെ ഇങ്ങനെ മറച്ചു വെക്കുന്ന സ്വഭാവമില്ല. കള്ളത്തരം പറഞ്ഞ് ഒന്നും ചിരിച്ചുകൊണ്ട് വേറൊന്നും പറയുന്ന ആ ഒരു കാപട്യം, ഹിപ്പോക്രസി എന്ന് പറയും, അതവിടെ ഇല്ല. പക്ഷേ ഇവരുടെ ഈ കലഹം ഇവർക്ക് വലിയ ദോഷമായിട്ട് തന്നെ മാറും. കാരണം അനുകൂലമായ ഒരു സാഹചര്യം ഇവർക്ക് ഉണ്ടാക്കി എടുക്കാൻ ഒന്ന് കഴിഞ്ഞു. അത് മാത്രമേ ഉള്ളൂ ദോഷം. അത് ദോഷമൊന്നുമല്ല, അതും മാത്രമാണ് ദോഷം. അല്ലെങ്കിൽ UDF ഉജ്ജ്വലമായിട്ടുള്ള വിജയം കൈവരിക്കും. നമ്മൾ പാർലമെന്റ് റിസൾട്ട് കണ്ടതല്ലേ വിജയനാഥ്? അതുപോലെ ഉജ്ജ്വലമായിട്ടുള്ള വിജയം ഇവർക്ക് കൈയഴിക്കാൻ കഴിയും. പിന്നെ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ അവരവരുടെ ഭൂരിപക്ഷം കൂട്ടി. ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കണ്ടോ എന്താ സംഭവിച്ചത്? എനിക്ക് തോന്നി അച്ചടക്കമില്ലായ്മ വലിയ തോതിൽ അതിനെ ബാധിച്ചിരിക്കുന്നു. ഇങ്ങനൊന്നും അല്ല. ഇത് എങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് പ്രശ്നം മുഴുവൻ ലീഗ് അതൃപ്തരായിട്ട് നിൽക്കുകയാണ്. കാരണം അവർക്ക് ഇനിയിപ്പോൾ സ്വാഭാവികം കോൺഗ്രസുമായിട്ട് ഇനിയിപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ ഇവരുടെ കലഹം തീർത്ത് മുമ്പോട്ട് പോയി ഭരണം പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് ചിലപ്പം സാധ്യമല്ല എന്ന് കണ്ടാൽ അവരവരുടെ വഴി തേടും. കുടുംബകലഹം പോലെ ചിലർക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. ഈ കുടുംബകലഹം തരൂര് പറഞ്ഞതുപോലെ ആയിരിക്കും, നിങ്ങൾക്ക് എന്നെ ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വഴി തേടും. അത്രേ ഉള്ളൂ. ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്കെപ്പോഴും അവരുടെ 10-20 സീറ്റ് അവർ മത്സരിക്കുന്നുണ്ടെങ്കിൽ അതവർക്ക് സേഫാണ്. LDF പോയാലും UDF പോയാലും ആ സീറ്റ് അവർ ഐക്യത്തോടെ തന്നെ നിൽക്കും. ഇവിടെ നോക്കൂ, ശശി തരൂരിൻ്റെ പേരിൽ ഇവർ കൊണ്ടാക്കിയ ഐക്യം നോക്കൂ. ശശി തരൂരിനെ അങ്ങ് പുറത്താക്കി എന്ന് വയ്ക്കുക, ഈ ഐക്യം നിലനിൽക്കുമോ? ആടിപ്പിടി. അതുപോലെ ആയിരുന്നല്ലോ VM സുധീരൻ വന്നപ്പോൾ ഇവരെല്ലാം, രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടി എല്ലാം കൂടെ ഒന്നായി. VM സുധീരൻ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പോയ നിമിഷം വീണ്ടും അടിപടലം. അടി തുടങ്ങിയില്ലേ, പാളയത്തിൽ പട തുടങ്ങിയോ ഇല്ലയോ? അപ്പോൾ അതാണ് അച്ചടക്കത്തിൻ്റെ ഒരു സംസ്കാരം അവർക്കില്ല. അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയെപ്പോലെ ഒരു നേതാവ് വേണം കേന്ദ്രത്തിൽ നിയന്ത്രിക്കാൻ. അതിന് അദ്ദേഹത്തിനെ കൊണ്ട് കഴിവില്ലാത്ത ഒരു നേതാവ് കേന്ദ്ര നേതൃത്വം. അത് ശശി തരൂർ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. കേന്ദ്ര നേതൃത്വം മതിപ്പുളവാക്കുന്നതല്ല പോരാ, ശരിക്കും പറഞ്ഞാൽ ആരൂഢം ആണ് മാറ്റേണ്ടത്. KC വേണുഗോപാലാണ് നിയന്ത്രിക്കുന്നത് അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് പോരാ, ഖാർഗെ കൊണ്ടും പറ്റത്തില്ല. അതിൻ്റെ പരാജയമാണ്. കേരളത്തിലെ നേതാക്കന്മാരെ നമ്മൾ പറഞ്ഞിട്ടില്ല, പറഞ്ഞാൽ കേൾക്കുന്ന നേതാക്കന്മാരുണ്ടാവണമെങ്കിൽ പറഞ്ഞാൽ കേൾപ്പിക്കാൻ കഴിവുള്ളവനായിരിക്കണം തലപ്പത്തിരിക്കേണ്ടത്. അതാണ് വേണ്ടത്.
അതിൻ്റെ ഒരു കുഴപ്പമാണ് അത് ഇങ്ങോട്ട് ബാധിച്ചിരിക്കുന്നത്. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ശശി തരൂരിന് എതിരായിട്ടുള്ള പോരാട്ടത്തിലും ഒക്കെ കണ്ടുപിടിക്കും. വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിട്ടുള്ള ഒരാളിനെ ഇങ്ങനെ ഇട്ട് വിമർശിക്കാൻ പാടുണ്ടോ അവിടെ? അവരെ ഏതെങ്കിലും പത്രക്കാർ പറയുന്നത് കേട്ടുകൊണ്ട് വിമർശിക്കാനിരിക്കുകയാണ് ഇവരെ? അതല്ലല്ലോ വേണ്ടത്. നിങ്ങൾ പാർട്ടി യോഗങ്ങളിൽ പറയാം, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് ശരിയായില്ലെന്ന് പാർട്ടി യോഗങ്ങളിൽ പറയും. അതല്ലേ വേണ്ടത്? പാരസ്യമായിട്ട് എല്ലാവരും വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാവുക. അത് മാറ്റാതെ കോൺഗ്രസ് രക്ഷപ്പെടാൻ പോകുന്നില്ല. പിണറായി വിജയന് വീണ്ടും വെള്ളിത്താലത്തിൽ മൂന്നാമതൊരവസരം എന്നേ പറയാനുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.